51 അതിൻ്റെ 6 വാക്യമാണ്. ഞാൻ തന്നെ വായിക്കാം. ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, അവൻ്റെ കൈകൾ കുട്ട വിട്ടൊഴിഞ്ഞു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി. നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഈ സങ്കീർത്തനം നമ്മൾ സഭയിൽ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ആ സമയത്തൊക്കെയും കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരുന്ന സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ട് അതിൽ നിന്നൊന്നും നമുക്ക് പറയാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും ദൈവാത്മാവിൻ്റെ ഇടപെടലുകളെല്ലാം നമ്മൾ ഉണ്ടായതായിട്ട് നമുക്ക് അറിയാം. കാരണം അതിനു മുമ്പുള്ള സങ്കീർത്തനങ്ങളിലെല്ലാം കർത്താവിൻ്റെ വലിയ ഒരു കരുതലും അതിൻ്റേതായിട്ടുള്ള വീണ്ടെടുപ്പിൻ്റെ വിലകളും എല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഈ വാക്യത്തിൽ നിലവിളിച്ചപ്പോൾ പാപഭാര ചുമട് നീക്കി വീണ്ടെടുപ്പ് ലഭിക്കപ്പെട്ട ഇസ്രായേലിനെ പറ്റി പറയുന്ന ഒരു വാക്യമാണ് ഇത്. എങ്കിലും നമ്മെ എല്ലാം കർത്താവ് നാം എല്ലാം നിലവിളിച്ചപ്പോൾ നമ്മെ ദൈവമക്കളാക്കി തീർക്കുകയും, എന്നാൽ നമ്മെ ദൈവമക്കളാക്കി തീർത്ത ആ ഒരു കർത്താവിൻ്റെ വിധം ജാതിയോ കുലമോ മഹിമയോ ഒന്നും അങ്ങനെ ഒരു വേർതിരിവ് ഒന്നും നോക്കിയല്ല. എന്നാൽ ഇവിടെ പറയുന്നത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആകിയാലും അതിനെ ആ രീതിയിൽ തന്നെ കാണാതെ മറ്റൊരു പ്രവചനാത്മാവിൽ ദൈവാത്മാവ് അത് എഴുതി വെച്ചിരിക്കാനും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കാരണം അതുകൊണ്ടാണ് ആ രക്ഷ നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ ഇന്നത്തെ ഒരു ചെറിയൊരു ചിന്ത വേറെ ഒരു രീതിയിലേക്ക് ഒന്ന് മാറുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം അന്ന് ആ രക്ഷ അല്ലെങ്കിൽ ആ പാപഭാര ചുമട് മാറിക്കിട്ടിയത് വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ കർത്താവ് വാഗ്ദത്തം കൊടുത്ത ഇസ്രായേലിനായിരുന്നെങ്കിൽ യോനായെ പറ്റി ചിന്തിക്കുമ്പോൾ യോനയുടെ പുസ്തകവും അതിനോടനുബന്ധിച്ച് നഹൂം പ്രവചനവും പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു ജനത്തെ കർത്താവ് വിടുവിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ യോന എന്നൊരു പ്രവാചകനെ ദൈവം അയക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഈ യോനയെ പറ്റി ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. കർത്താവെ, ഞാനൊക്കെ പ്രവചനപരങ്ങളും അല്ലാതെയുള്ള കർത്താവിൽ നിന്നുള്ള വരങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ എൻ്റെ ദൈവമേ, ഈ യോന എന്നൊരു പ്രവാചകനെ പോലെയാകാനും എന്നെ കർത്താവ് വിളിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം ഈ അഖിലാണ്ടങ്ങളുടെ സൃഷ്ടിതാവായ ദൈവം നേരിട്ട് ആലോചന അറിയിക്കുകയാണ് യോനെ, നീ ഇന്ന രാജ്യത്തേക്ക് പോയിക്കോ, ഇന്ന രാജ്യത്തേക്ക് പോ, നീ അവിടെ ആലോചന എന്ന് പറയുമ്പോൾ ഞാനായിരുന്നെങ്കിലോ, എൻ്റെ കർത്താവെ, അങ്ങ് പറയുന്ന യാതൊരു ആലോചനയ്ക്കും ഒരു മാറ്റവും വരത്തില്ല. എന്നോടങ്ങാനും കർത്താവ് പറയുകയാണ്, ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഉന്നതനോടോ പോയി പറയാൻ പറഞ്ഞാൽ ഞാൻ അടുത്ത മാസമാണ് പോകാൻ പറയുന്നതെങ്കിൽ ഞാൻ ഇന്നേ റെഡിയാകും. കാരണം എനിക്ക് ലഭിക്കാൻ പോകുന്ന ഒരു പദവി, കാരണം കർത്താവ് പറഞ്ഞതല്ലേ, ഒരിക്കലും അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ യോനയ്ക്കും ഒരുപക്ഷെ ചിന്തിക്കാമായിരുന്നു, ഞാൻ അവിടെ ചെന്ന് സംസാരിക്കും, കർത്താവ് ഒരു വലിയ വിടുതൽ കൊടുക്കും, എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു സ്ഥാനമാനം എന്തായിരിക്കും, അല്ലെങ്കിൽ എനിക്കൊരു മന്ത്രി പദം തന്നെ എനിക്ക് അവിടെ കിട്ടും. കാരണം ഇത്ര വലിയൊരു രാജ്യത്തെ വിടുവിക്കുന്ന ഒരു വലിയൊരു വിടുതലിൻ്റെ ഒരു സുവിശേഷമല്ലേ, രക്ഷയുടെ ഒരു പ്രവചനമല്ലേ ഞാൻ പറയാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് യോനയ്ക്ക് ആ ഒരു വലിയൊരു ഭാഗ്യപദവി അല്ലെങ്കിൽ ലോകത്തിൻ്റെതായിട്ടുള്ള സ്ഥാനമാനങ്ങൾ യോനയ്ക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ ഈ യോന എന്താ ചെയ്തത്? യോന അങ്ങനെ ഒരിക്കലും അത് ചിന്തിച്ചില്ല. ആ പാകത്തെ പറ്റി പോലും പറഞ്ഞില്ല. കർത്താവെ, അങ്ങയുടെ കൽപ്പനയ്ക്ക് ഞാൻ എതിര് നിൽക്കും, കാരണം ഞാൻ മരിച്ചെന്ന് പറഞ്ഞാൽ ഇതിന് പോകത്തില്ല, ഇങ്ങനെ ഒരു സ്ഥാനം എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ യോനയുടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ അനേക പ്രസംഗങ്ങളെല്ലാം കേട്ടാണ്. അതിനെപ്പറ്റി ഞാൻ വിവരിക്കുന്നതേയില്ല. കാരണം എന്തുകൊണ്ടാണ് യോന അങ്ങനെ പോകാതിരുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരട്ടെ. അതിനെപ്പറ്റി ചിന്തിക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് നഹൂം പ്രവചനം കൂടെ അല്പമായി ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. കാരണം ഈ നിനവേ പട്ടണത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അവിടെയുള്ള അശൂര്യന്മാരുടെ സ്വഭാവം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ചരിത്രത്തിലൂടെയും അല്ലാതുള്ള ഭാഗങ്ങളിലൂടെയൊക്കെ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ശക്തിയേറിയ ഒരു ലോകശക്തിയായിരുന്നു നിനവേ പട്ടണം. ശത്രുക്കളെ അവരുടെ യുദ്ധത്തിന് ഒരു പലവിധമായിട്ടുള്ള രീതികളൊക്കെയുണ്ട്. അത് നഹൂം പ്രവചനത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ ഒരു ശത്രുവിനെ കിട്ടിയാൽ അല്ലെങ്കിൽ അവർക്ക് എതിരെ നിൽക്കുന്ന ശത്രുവാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ
അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശത്രുക്കളെ അവർ പിടിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് പോകും. മരുഭൂമിയിലേക്ക് പോയിട്ട് കഴുത്തൊപ്പം കുഴി കുത്തും. മണലെല്ലാം മാറ്റി കഴുത്തൊപ്പം കുഴി കുത്തിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇവരെ ഇറക്കി നിർത്തിയിട്ട് അത്രയും ഭാഗം മണ്ണിട്ട് മൂടും. എന്നിട്ട് ഇവർ ദയനീയമായി കരയാതിരിക്കാനോ അല്ലെങ്കിൽ നിലവിളിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ സങ്കടം ഒന്ന് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നാവ് പിടിച്ച് വെളിയിലേക്ക് വലിച്ചു നീട്ടിയിട്ട് അതിനൊരു കിഴുത്തേക്കിയിട്ട് ഒരു തുകലോ അല്ലെങ്കിൽ ഭാരമുള്ള കാര്യങ്ങളോ ഒക്കെ ഇവരുടെ നാവിലേക്ക് കെട്ടിവെക്കും. ഒന്നോർത്ത് നോക്കി, ആ മനുഷ്യന്റെ ഒരു അവസാനം എങ്ങനെയാണെന്ന്. ജീവനോടെ പിടിച്ച് കഴുത്തൊപ്പം മണ്ണിൽ മൂടി ആ രീതിയിൽ എടുത്തിട്ട് അത്രമാത്രം ക്രൂരത അവർ ചെയ്യുന്ന ഒരു വല്ലാത്ത ഒരു പരുവക്കാരായിരുന്നു ഈ അശൂര്യ പട്ടണത്തിലുള്ളവർ അല്ലെങ്കിൽ നിനവേക്കാർ. ഇവർ ആക്രമിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആ ദേശക്കാര് കൂട്ടത്തോടെ പോയിട്ട് ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ആ രാജ്യവും അവർ സമ്പാദിച്ച സകലതും വിട്ട് ഓടിപ്പോകുന്ന ഒക്കെ ഒരു അവസ്ഥയായിരുന്നു. കാരണം അവർ അത്ര ഭയങ്കരന്മാരായിരുന്നു. അത്രമാത്രം ക്രൂര കൃത്യത്തിലൂടെ മാത്രമേ അവർ ഒരു ജയം അവർ കൊണ്ടാടുകയുള്ളായിരുന്നു. കാരണം ഇവർ ഇത്രമാത്രം ക്രൂരത ചെയ്ത് അത്രമാത്രം ഒരു വല്ലാത്തൊരു ഭയങ്കരമായിട്ടുള്ള രീതിയിലേക്ക് നിൽക്കുന്നതിന്റെ കാര്യം അവർക്ക് അവരുടെ ദൈവനോട് അല്ലെങ്കിൽ അവരുടെ ദേവനോടുള്ള ഒരു ഭക്തിയായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പോകുന്നിടത്ത് ഞങ്ങളുടെ ദേവനല്ലാതെ മറ്റൊരു ദൈവമില്ല. അങ്ങനെയെങ്കിൽ ആ ദേവനെ ഞങ്ങൾക്ക് എത്രമാത്രം പ്രസാദിപ്പിക്കാമോ, എത്രമാത്രം മനുഷ്യരെ ഉപദ്രവിക്കാമോ, ആ ഒരു പരുവത്തിൽ ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കും എന്നുള്ളൊരു വല്ലാത്ത പരുവക്കാരായിരുന്നു ഈ അശൂര്യ അല്ലെങ്കിൽ ഈ നിനവേ പട്ടണം. അവർ വളരെ ഏറ്റവും നല്ല പട്ടണം അവർ പണിതു. അതോടൊപ്പം തന്നെ ഒരു വലിയ മതിലും കാര്യങ്ങളും എല്ലാം പണിത് അവരുടെ ഭാഗമെല്ലാം അവർ സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ജനതയായിരുന്നു. എന്നാൽ ഞാൻ ആ ഭാഗത്തു നിന്നെല്ലാം ഓടിപ്പോവുകയാണ്. ഇവർ ഒരിക്കൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഭാഗം 2 ദിനവൃത്താന്തം 32-ാം അധ്യായം സമയം കിട്ടുന്നവരൊക്കെ വായിക്കണം. അതിൻ്റെ അകത്ത് മുഴുവനായിട്ടുണ്ട്. ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് ഇവർ പോകുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഇവർ ചെല്ലുന്നെന്ന് അറിഞ്ഞത് ഇസ്രായേൽ ജനം ഇത് തന്നെയാണ് ചെയ്തത്. അവരുടെ പട്ടണങ്ങളെ അല്ലെങ്കിൽ അവരുടെ ചില മതിലുകളെ എല്ലാം പണിതതിന് ശേഷം അവിടുത്തെ അങ്ങോട്ടുള്ള വെള്ളത്തിനെ എല്ലാം അടച്ച് ഒരു പ്രത്യേക പരുവത്തിൽ ആളുകളെ എല്ലാം വിളിച്ച് പട്ടണത്തിന്റെ അകത്താക്കിയിട്ട് ഒരു പ്രത്യേക പരുവത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുതെന്ന് യെഹിസ്കിയാവും അങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെ ഇവരോട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവരോട് കൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മോട് കൂടെ യഹോവയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇവർക്കൊരു വല്ലാത്ത പരുവത്തിലുള്ള പേടിയാണ്. കാരണം ഇവരുടെ ക്രൂരത എത്ര മാത്രമാണെന്ന് ഇസ്രായേൽ മക്കൾക്കും കൃത്യമായിട്ട് അറിയാം. അങ്ങനെ അതിന്റെ 9-ാം വാക്യത്തിലേക്കൊക്കെ നമ്മൾ വരും. അശ്ശൂർ രാജാവായ സൻഹേരീബ് അവനും അവനോട് കൂടെയുള്ള ചില ആളുകളും അവന്റെ ദാസന്മാരെ യെരുശലേമിലേക്ക് ഒക്കെ അയച്ച് പറഞ്ഞിട്ട് അവൻ പറയുകയാണ്, നമ്മുടെ ദൈവമായ യഹോവ നമ്മെ അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് യെഹിസ്കിയാവ് പറഞ്ഞ് വിശപ്പും ദാഹവും കൊണ്ട് ചാകേണ്ടതെന്ന് നിങ്ങളെ വശീകരിക്കുന്നില്ലയോ? എന്ന് വെച്ചാൽ ഈ യെഹിസ്കിയ രാജാവ് തന്റെ ജനത്തെ ഒരു പ്രത്യേക രീതിയിൽ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഈ രാജാവ് ചെന്നിട്ട്, അശൂര്യ രാജാവ് എന്നിട്ട് പറയുകയാണ്, അവരൊന്നും വിടുവിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ എന്തിനാ വിശപ്പും ദാഹവും കൊണ്ട് ചാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിങ്ങളെ ഒന്നെങ്കിൽ ഒരു അടിമകളാക്കി ആ രീതിയിൽ ചെയ്യും, എന്നോട് അനുകൂലിച്ചാൽ മതി, അല്ലെങ്കിൽ ഞങ്ങളുടെ ദേവന് കീഴ്പ്പെട്ടാൽ മതി, നിങ്ങളെ ഞങ്ങൾ സ്വതന്ത്രരാക്കാമെന്ന് ഈ രാജാവ് അവിടെ വലിയ രീതിയിൽ പറയുക. അതിന്റെ 13-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ഞാനും എൻ്റെ പിതാക്കന്മാരും അതത് ദേശങ്ങളിലെ സകല ജാതികളോടും എന്ത് ചെയ്തുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഒന്ന് ഓർത്തു നോക്കിയേ. എന്നിട്ട് പറയുകയാണ്, ആ ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞുവോ? എന്റെ പിതാക്കന്മാർ നിർമൂലനാശം വരുത്തിയിരിക്കുന്ന സകല ജാതികളുടെ സകല ദേവന്മാരിലും വെച്ച് ഒരുവനും തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയാതിരിക്കെ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുമോ? ഒന്നോർത്ത് വയ്ക്കുക, അവന്റെ ഭക്തി ഒന്നോർത്ത് വയ്ക്കുക. അവന്റെ ദൈവമാണ് ഏറ്റവും വലിയ ദൈവം. അവനെ ആ ഒരു വല്ലാത്ത പരുവത്തിൽ പോയാൽ മറ്റ് ദേവന്മാരോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി ഞങ്ങൾ അത്രമാത്രം ശുഷ്കാന്തിയോടെ നിൽക്കും എന്നുള്ള രീതിയിൽ യുദ്ധത്തിന് ഒരു വല്ലാത്ത തന്ത്രത്തോടെയൊക്കെ പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, യാതൊരു ജാതിയുടെ രാജ്യത്തിന്റെ ദേവന് തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്നും എന്റെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്നും വിടുവിപ്പാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കുന്നത് എങ്ങനെ എന്നൊക്കെ ഒരു വല്ലാത്ത ഭീഷണി പറയുകയാണ്. എന്നിട്ട് ഇവർ പറയുകയാണ്, ദൈവമായി യഹോവയെ നിന്ദിപ്പാനും അവന് വിരോധമായി സംസാരിപ്പാനും എഴുത്തും എഴുതി അഴിച്ചു പട്ടണം പിടിക്കേണ്ടതിന് അവർ യെരുശലേമിൽ മതിലിന്മേലുള്ള ജനത്തെ പേടിപ്പിച്ചു പ്രയോഗിപ്പാൻ യഹൂദ ഭാഷയിൽ അവരോട് ഉറക്കെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ യഹൂദ ഭാഷയിൽ പറയുമ്പോൾ അവിടെയുള്ള സകല ജനവും കേൾക്കണം.
കാരണം ഇവന്റെ ദൈവമാണ് വലിയവൻ, ഇവരാണ് ഏറ്റവും ശ്രേഷ്ഠർ. ഈ ഒരു പരുവത്തിലിരിക്കുമ്പോൾ അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ഇത് നിമിത്തം യെഹിസ്കിയാ രാജാവും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. അവൻ അശ്ശൂര്യ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിന്റെ തന്നെ മറ്റു ഭാഗങ്ങളും രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട്. ഞാൻ വേഗത്തിൽ ആ ഭാഗത്തുനിന്ന് മാറുകയാണ്. കാരണം ഒരു ദൂതനെ അയച്ചിട്ട് എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര ആളുകളെയൊക്കെയാണ് കൊന്നതെന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു കണക്ക് അവിടെ പറയുന്നുണ്ട്. ഒന്ന് ഓർത്തു നോക്കിയേ, ഇന്നും ഈ യെഹിസ്കിയാ രാജാവ് അല്ലെങ്കിൽ ആമോസിന്റെ മകനായ യെശയ്യാവ് ഇവർ പ്രാർത്ഥിച്ചതുപോലെ നമ്മെയും ഓരോ ദേശത്താക്കിയിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഇതുപോലെ ഓരോരോ ഭീഷണികളും അല്ലെങ്കിൽ തന്റെ ജനത്തെ കൊന്നുകളയുവാൻ, തന്റെ ജനത്തെ നശിപ്പിക്കുവാനായിട്ടുള്ള ഒരു വല്ലാത്ത പരുവത്തിലിരിക്കുന്ന ഒരു ജനത്തെ അവരുടെ ദേവനല്ല വലുത്, എന്നാൽ സർവശക്തനായിട്ടുള്ള യഹോവയാണ് വലുതെന്ന് കാണിക്കേണ്ടതിന് അങ്ങനെ ചില പ്രാർത്ഥനയിലൂടെ ചില വിടുതൽ അയച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് അതുപോലെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിർജീവമായിട്ടുള്ള ദേവനെ വിശ്വസിക്കുന്ന അനേക ആളുകൾ ഇന്നും ഈ ലോകത്തുണ്ട്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇടിവിൽ നിൽക്കുവാനുമാണ് നമ്മയും ഈ ദേശങ്ങളിലും അല്ലെങ്കിൽ വല്ലാത്ത പരുവത്തിലുള്ള ദേശങ്ങളിൽ പോലും ഓരോരോ വിശ്വാസികളെ ആകട്ടെ ഓരോരോ സഭകളെ എല്ലാം ആക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനൊന്നും നമുക്ക് നേരമില്ലാത്ത ഒരു അനുഭവമാണ് നാമൊക്കെ ഇന്ന് കാണുന്നത്. ഒരു ഇതുമില്ലാത്ത രീതിയിലേക്ക്, ഒരു വല്ലാത്ത പരുവത്തിലേക്ക് ദൈവവിശ്വാസികളായി പോകുന്നതിന്റെ ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ ഒരു വല്ലാത്ത പരുവത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഓടിച്ചു പറയുവാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ മുമ്പിൽ സമയമില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിടിവെക്കാൻ ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ ഇവര് വീരവാദം പറയുന്ന ആ ഒരു സമയത്താണ് ഈ യോനയ്ക്ക് ഇവരുടെ കൃത്യമായിട്ടുള്ള സ്വഭാവം അറിയാം. യോന പറഞ്ഞ, കർത്താവേ, ഈ യോനയെ കപ്പലിൽ നിന്ന് എടുത്തിടുന്ന ആ ഒരു സമയത്ത് യോന എത്ര കോൺഫിഡന്റോടെയാണ് പറയുന്നതെന്നൊന്ന് ഓർത്തു നോക്കി. എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ചത്താലും പോകത്തില്ല. കാരണം ഈ ഒരു വല്ലാത്ത പരുവത്തിലിരിക്കുന്ന ആ ഒരു മനുഷ്യർ മരിച്ചാലും വേണ്ടില്ല, കർത്താവേ ഞാൻ അങ്ങോട്ട് പോകത്തില്ല. എന്നാൽ കർത്താവ് അവിടെ പറയുന്ന ഒരു വാക്യമാണ് യോനയുടെ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000-ത്തിലധികം മനുഷ്യർ, മൃഗങ്ങൾ, ഇങ്ങനെയുള്ളവരെ എല്ലാം ഞാൻ രക്ഷിക്കാതിരിക്കുമോ? ഒന്ന് ഓർത്തു നോക്കി. കർത്താവിന്റെ കരുണ എന്താണെന്ന്, തന്റെ ജനത്തെ പോലും ഉപദ്രവിക്കാൻ വരുന്ന ആളുകളെ രക്ഷിക്കണം. കാരണം അവന്റെ തീക്ഷ്ണത, അവന്റെ ദൈവമാണ് വലുതെന്ന് കാണിക്കുന്ന രീതിയിലുള്ള അവൻ തീക്ഷ്ണത പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ അതല്ല, തീക്ഷ്ണതയുള്ള ദൈവവും യഥാർത്ഥ ദൈവവും യഹോവയാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവ് യോന പ്രവാചകനെ എവിടെ അയക്കുക. അപ്പോൾ തന്നെ കർത്താവ് പറയുകയാണ്, ഇടം കൈയും വലം കൈയും അറിയാത്ത, അല്ലെങ്കിൽ കർത്താവെ നമ്മളൊക്കെ ഓർക്കാറില്ല, കർത്താവ് ഈ കുഞ്ഞു കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ. അപ്പോൾ കർത്താവിന്റെ ഒരു ദയ അങ്ങനെയാണ്, ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം അല്ലെങ്കിൽ ആ ഒരു തലമുറയെ രക്ഷിക്കണം. കാരണം ഇവരുടെ ദേവനെ പാരമ്പര്യമായി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു തെറ്റുകളും കാര്യങ്ങളും ഒക്കെ പറ്റുന്നത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കർത്താവ് യോനയെ അവിടെ അയക്കുകയും ആ പട്ടണം അവിടെ അങ്ങനെ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു ജനം ഏകദേശം 1 തലമുറ, 2 തലമുറ, 3 തലമുറ അങ്ങനെയൊക്കെ കഴിഞ്ഞു കാണും. കാരണം കുറെ നാളുകളെല്ലാം കഴിഞ്ഞപ്പോൾ യോന മരിച്ചു. എന്നാൽ ഇതിന്റെ ആദ്യ തലമുറകളും മരണപ്പെട്ടു. 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും എല്ലാ തലമുറ ഈ നിനവേ പട്ടണത്തിൽ ഇവിടെ വാഴുകയാണ്. എന്നാൽ അതിനുശേഷമാണ് നാം ഇനി ചിന്തിക്കാൻ പോകുന്ന നഹൂമിന്റെ പ്രവചനം. യോനയ്ക്ക് ശേഷം ഏകദേശം 100 അല്ലെങ്കിൽ 150 വർഷത്തിന് ശേഷം ഇതാ നഹൂം എന്ന പ്രവാചകൻ നിനവയെ നോക്കി പ്രവചിക്കുന്ന ഒരു പ്രവചന ഭാഗങ്ങൾ ആണ് നാം ഈ പ്രവചനത്തിൽ മുഴുവനായിട്ട് കാണുന്നത്. അതായത് ഒരു കാലത്ത് ജാതീയ ദേവന്മാരെ ആരാധിച്ച് ഒരു വല്ലാത്ത പരുവത്തിൽ പോയി ആ ജനത്തെ മുഴുവനായി രക്ഷിച്ചതിന് ശേഷം അതിന്റെ തലമുറകളെല്ലാം ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഓർത്തു നോക്കി ഏത് രീതിയിലായി പോയെന്ന്. നഹൂം പ്രവചനം 1:9 പറയുകയാണ്, നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നത് എന്ത്? അതിന്റെ 1-ാം അധ്യായം 11 പറയുകയാണ്, യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കുകയും നിസാരത്വം ആലോചിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. നാമും ഈ രീതിയിലൊക്കെ ആയിരുന്നു. നമ്മുടെ പിതാക്കന്മാർ ഒരു കാലത്ത് ദൈവമല്ലാത്തതിനെ ആരാധിക്കുകയും വിഗ്രഹത്തെ ആരാധിക്കുകയും ഒരു വല്ലാത്ത പരുവത്തിൽ പോയി. ഇന്ന് തലമുറ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4ാമത്തെ ഒക്കെ തലമുറ എത്തി. ഇന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ ആ ഗോളം ഏത് രീതിയിൽ എത്തിയിരിക്കുന്നു? ഇന്നത്തെ പെന്തക്കോസ്തിന്റെ അനുഭവം ഏത് രീതിയിലേക്ക് എത്തിയിരിക്കുന്നു? നമ്മുടെ
കർത്താവിൻ്റെ ദാസൻ നമ്മുടെ ചർച്ചിൽ നിന്ന് അവസാനം പ്രസംഗിച്ചിട്ട് പോകുന്നതിന് മുമ്പ് എടുത്ത ഒരു മെസ്സേജിൻ്റെ ഭാഗം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഏകദേശം ഒരു 7 മിനിറ്റോളം താൻ പ്രസംഗിച്ച കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. കാരണം തലമുറകൾ ദൈവത്തെ ഭയമില്ലാതെ ഒരു വല്ലാത്ത പരുവത്തിൽ പോയി ഒരു ദൈവമുണ്ടോ എന്ന് പോലും ചോദിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയെപ്പറ്റി കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ച ആ ഒരു ഭാഗമൊക്കെ ഓർത്തപ്പോൾ ഞാനും ഈ നഹൂമിൻ്റെ ഈ പ്രവചനം ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ മുടിവ് വരുത്തും, നീ എന്നോട് മറുതലിച്ചതിന് പകരം ഞാൻ നിന്നോട് ചോദിക്കും. ആരോടാണ് ചോദിക്കുന്നത്? കർത്താവിന്റെ സന്നിധിയിൽ വന്ന 3-ാമത്തെയോ 4-ാമത്തെയോ തലമുറയോട്. ഇന്നും കർത്താവിന് പെന്തക്കോസ്ത് എന്ന് പറയുന്ന എന്നെ പോലെയുള്ള തലമുറകളോടൊക്കെ കർത്താവിന് ഇങ്ങനെയാണ് ചോദിക്കാനുള്ളത്. കാരണം കർത്താവിനോട് തിരിച്ചാ ചോദിക്കുന്നത്. കർത്താവിന് വിരോധമായിട്ട് നിരൂപിക്കുകയാണ്. അവിടെ പറയാണ്, യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കും, നിസ്സാരത്വം ആലോചിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. എങ്ങനെ ഇരിക്കേണ്ട തലമുറയായിരുന്നു? കർത്താവിനെ വാഴ്ത്തി കർത്താവിന്റെ മഹിമയെ പ്രസ്താവിക്കേണ്ട തലമുറ ഇന്ന് പറയുകയാണ്, യഹോവയാരെ അത്രമാത്രം നിസ്സാരമായ ഉള്ള ഒരു ദേവൻ. ആ ഒരു പരുവത്തിലായി. ഇനി ദൈവം ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു പരുവത്തിലായി. ആ ഒരു പരുവത്തിലേക്ക് പോകുമ്പോൾ ദൈവം അവിടെ പറയുകയാണ്, ഞാൻ മുടിവ് വരുത്തും, നീ എന്നോട് മറുതലിച്ചതിന് പകരം ഞാൻ നിന്നോട് ചോദിക്കുമെന്ന് കർത്താവ് അവിടെ പറയുകയാണ്. ഞാൻ നിനക്ക് ധാരാളം അവസരം തന്നു, നീ പഴയതൊക്കെ മറന്നുപോയി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഒരു പ്രതിസന്ധിയിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു വന്നത്. ഒരു സേഫ് സൈഡ് ആയെന്ന് നമ്മൾ കരുതിയപ്പോൾ കർത്താവിന് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള സമയമോ മഹത്വമോ കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അതിന്റെ 1-ാം വാക്യത്തിന്റെ 8-ാം അധ്യായത്തിൽ പറയുകയാണ്, എന്നാൽ കവിഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹം കൊണ്ട് അവൻ അതിന്റെ സ്ഥലത്തിന് മുടിവ് വരുത്തുമെന്ന് അവിടെ പറയുകയാണ്. ഒരിക്കൽ കർത്താവിന്റെ ദൈവത്തിന്റെ മക്കളെ ആക്രമിക്കാനായിട്ട് ചെന്നപ്പോൾ കർത്താവിന്റെ ശക്തി ഇവർ അനുഭവിച്ചറിഞ്ഞവരാണ്. എന്നിട്ട് ഇവരിപ്പോൾ കർത്താവിനെ വിരോധമായിട്ട് പറയുന്നതിന് കർത്താവിന് അത് ആ രീതിയിലേക്ക് സഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഒരു വല്ലാത്ത പരുവത്തിലേക്ക് ഇവർ പോയപ്പോൾ ഇവരുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ ഇവരുടെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനോ അല്ലെങ്കിൽ തിരിച്ചു വന്നില്ലെങ്കിൽ ആ സ്പോട്ടിൽ നശിപ്പിച്ചു കളയുവാനോ കർത്താവ് ഇടപെടുന്ന ഒരു രംഗം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നിനവെ നശിപ്പിക്കുവാനായിട്ട് അത്രമാത്രം ഈസി ആയിരുന്നില്ല. കാരണം ദൈവം നിശ്ചയിച്ച സമയത്ത് ശത്രുക്കൾ ആക്രമിക്കാനിരുന്ന ആ കാലത്ത് തന്നെ നിനവയുടെ ചുറ്റുമതിൽ ഒരു വലിയ പൊക്കത്തിൽ പണിത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിനവയുടെ ചുറ്റുമതിൽ ഒരു വലിയ പൊക്കത്തിൽ പണിതതായിരുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഏകദേശം 1500-ലധികം ഗോപുരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ മതിൽക്കെട്ടിനെ തകർക്കുവാനായിട്ട് ഒരു ശത്രു സൈന്യത്തിനും കഴിയുകയില്ലായിരുന്നു. ആ ഒരു വല്ലാത്ത അത്രമാത്രം ഒരു സേഫ് സൈഡിലായിട്ട് അവർ ഇരിക്കുന്നു എന്നൊക്കെ കരുതിയപ്പോൾ അവർക്ക് സുരക്ഷിതമെന്ന് തോന്നി. അവർ കെട്ടിയ ആ മതിലിന്റെ ഒരു ഭാഗം ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഈ ഒരു പ്രത്യേക സമയത്ത് ഇവർ വല്ലാത്ത രീതിയിൽ അഹങ്കരിച്ചു ഒരു വല്ലാത്ത പരുവത്തിലായപ്പോൾ ഒന്ന് ഓർത്തു നോക്കിയോണം. 100 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 150 വർഷങ്ങൾക്ക് മുമ്പേ ഇവരെ നശിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അത് നശിപ്പിക്കാതെ ദൈവം അനുദപിച്ച് ഇവരെ രക്ഷയിലേക്ക് കൊണ്ടതിന് ശേഷം ഒരു 2, 3, 4 തലമുറകൾ മാറിയപ്പോൾ ഇത്രമാത്രം ദോഷം അവർ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് സേഫായിട്ട് തോന്നി ആ മതിലിനെ ദൈവം നശിപ്പിക്കുവാനായിട്ട് ടൈഗ്രീസ് നദി എന്ന് പറയുന്ന ആ നദി അതിലെ ഒഴുകുന്നുണ്ട്. അതിലുണ്ടായ ഒരു പെട്ടെന്നൊരു വെള്ളപ്പൊക്കത്തെ ദൈവം അയക്കുകയും ആ ഒരു വെള്ളപ്പൊക്കം വല്ലാത്ത രീതിയിൽ വന്ന് ഈ ഒരു മതിലിന്റെ വലിയൊരു ഭാഗം നശിച്ചു പോകുവാനായിട്ട് തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഈ വെള്ളപ്പൊക്കത്താൽ ഈ മതിൽ ഇടിഞ്ഞുപോയി. അവർക്കെതിരെ ശത്രു സൈന്യം പാഞ്ഞു ചെല്ലുമ്പോൾ ദൈവം അവരെ നശിപ്പിക്കുവാനായിട്ട് ഒരു അവസരം കൊടുക്കുകയായിരുന്നോ എന്ന് കർത്താവേ എന്നൊക്കെ നമുക്ക് അവിടെ ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവേ, അങ്ങയുടെ നാമത്തിന് വേണ്ടി അവരുടെ പിതാക്കന്മാർ നിന്നതല്ലേ, ദൈവം എന്തിനാ ദൈവമേ അങ്ങനെയൊക്കെ ചെയ്തേ എന്ന് നമുക്ക് അവിടെ ഒരുപക്ഷെ ചിന്തിക്കാം, ഒരുപക്ഷെ സങ്കടമൊക്കെ തോന്നാം. എന്നാൽ അതെ, കർത്താവിന്റെ പ്രവൃത്തി എങ്ങനെയാണെന്ന് അറിയാമോ? മനുഷ്യന്റെ സങ്കേതം എന്ന് തോന്നുന്ന ദൈവത്തെ കൂടാതെ അവൻ കെട്ടിപ്പൊക്കുന്ന ശക്തി കേന്ദ്രം എന്ന് തോന്നുന്നത് കർത്താവിനേക്കാളും കൂടുതൽ സ്വയശക്തിയിൽ അഹങ്കരിക്കുന്നതിനെ പ്രകൃതി ശക്തി ഉപയോഗിച്ച് തന്നെ ദൈവം തീർത്ത് കളയും. കാരണം നാമും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഓർക്കരുത്, എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്ത ജോലി, എൻ്റെ ബോസ് എനിക്ക് ഇൻക്രിമെന്റ് തന്നാൽ എനിക്ക് എല്ലാം ഉണ്ട്, എൻ്റെ കമ്പനി എനിക്ക് ശമ്പളം തന്നാൽ എനിക്ക് എല്ലാം ഉണ്ട് എന്നെല്ലാം ഓർത്ത് കർത്താവിനെ ഒരു വല്ലാത്ത പരുവത്തിലേക്ക് മാറ്റിവെച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതേ രീതിയിൽ തന്നെ ദൈവം ഓരോരോ ശോധനകൾ അയക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ല, കർത്താവിന്റെ സന്നിധിയിൽ അധികമായി കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാലോ ഇതിൽ നോക്കി കർത്താവ് ദൈവം ധാരാളം അനുഗ്രഹവും തരുവാനായിട്ട് ഇടയായിത്തീരും. നാമും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമായി എൻ്റെ അധ്വാനം, എൻ്റെ കൈമാത്രം ഇവയൊക്കെ ഉണ്ടായി
ഇല്ലാതാക്കി ദൈവം എവിടെയിരിക്കുന്ന, ദൈവത്തിന് നമ്മുടെ കാര്യമൊക്കെ ചിന്തിക്കാനുണ്ടോ, ദൈവം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ദോഷമല്ലേ ചെയ്തോളൂ, ഞാൻ ഇത്ര വർഷങ്ങളായില്ലേ, എന്താ ദൈവം ഒരു പ്രത്യേക പറയത്തക്ക രീതിയിലുള്ള എനിക്ക് ചെയ്തത്, ഇതൊക്കെ ഞാൻ നേടിയെടുത്തത് എൻ്റെ കഴിവല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ദൈവം നീതി പ്രവർത്തിച്ചിരിക്കും നിശ്ചയമായിട്ട്. പ്രിയരെ, കർത്താവിനെ കൂടാതെ കിട്ടുന്ന അവസരം, കർത്താവ് ധാരാളം അവസരങ്ങൾ നമുക്കൊക്കെ തന്നിട്ടും അതിനെ എല്ലാം ഒഴിവാക്കി ലോകത്തിന് വേണ്ടി മുടക്കാതെ ദൈവസഭയിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിലൊക്കെ താണിരിക്കുവാനായിട്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. കാരണം അതിൻ്റെ രണ്ടാം അധ്യായം 10-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, എല്ലാവരുടെയും മുഖം വിളറിയിരിക്കുന്നു, എല്ലാ അരകളിലും അതിവേദനയുണ്ടെന്ന് പറയുകയാണ്. ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു കാലത്ത് പ്രത്യാശയോടെ കർത്താവിനെ ആരാധിച്ചവരുടെ മുഖമെല്ലാം വിളറിയിരിക്കുക, ഇനി യാതൊരു രക്ഷയില്ല. കാരണം ശത്രു സൈന്യം അതിൻ്റെ അകത്ത് ഇരച്ചു കയറുക. ഒന്ന് ഓർത്തു നോക്കി, നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരിക്കലും വരാതിരിക്കുവാനായിട്ട് നാം കർത്താവിന്റെ സന്നിധിയിൽ അധികമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം ദൈവം നമ്മിൽ പ്രകാശിപ്പിച്ച വചനത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം വീണപ്പെട്ടവരാണ് പ്രിയരെ. നാം അതിനെ കെടുത്തി ഇരുട്ടിന് ഇടം കൊടുത്താൽ ആ ഇരുട്ട് വലുതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിന്നിലുള്ള പ്രകാശം അത് നഷ്ടപ്പെട്ടതിന് ശേഷം ആ ഇരുട്ട് നിന്നിലേക്ക് വന്നാൽ ആ ഇരുട്ട് എത്ര വലിയതാണെന്ന് കർത്താവ് തന്നെ പറയുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. ഒരിക്കൽ നിനവേ പട്ടണത്തെ ദൈവം വിളിച്ചു, അവർ രക്ഷിക്കപ്പെട്ടു. തലമുറ പലതും മാറി മാറി ദൈവസന്നിധിയിൽ അനുഭവിച്ച തലമുറയ്ക്ക് ഓരോ തോന്നൽ, ഇതൊക്കെ എല്ലാം നിസ്സാരമല്ലേ, പിതാക്കന്മാർ എപ്പോഴും രക്ഷ എന്ന് പറയുന്നുണ്ട്, കർത്താവ് ഇപ്പോൾ വരും, ഇതൊന്നും നടക്കുന്നില്ല. ഈ ദൈവമുണ്ടോ, ദൈവം ആരാ, നമ്മുടെ കാര്യം നോക്കാനായിട്ട് ദൈവത്തിന് ഇത്രമാത്രം എല്ലാ കാര്യങ്ങളുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലേക്ക് പുതിയൊരു തലമുറ മാറുമ്പോൾ പ്രിയരെ, പിന്മാറ്റത്തിന്റെ ഒരു അവസ്ഥ പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ സഭകളിൽ ആരിലും ഉണ്ടാകുവാനായിട്ട് ഒരിക്കലും ഇടയാകരുത്. കാരണം പല കോണിൽ നിന്നും പലവിധമായിട്ടുള്ള ശക്തികളും ശത്രുവിന്റെ ഇതുപോലുള്ള ചിന്തകളും ഇടുന്നത് പിശാചാണ്. കാരണം മുൻപ് ഈ ശത്രു ആരാണ്? ഫോഷ്ക് പറയുന്നവനാണ്. നാം അടിമത്തത്തിലായിരുന്നപ്പോഴും ആ അടിമത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു. ഇനി പാപത്തിൽ തുടരാതെ ക്രിസ്തുവിനോടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യാശയുടെ പാതയിലേക്ക് നടക്കേണ്ട നാം ഇതേ രീതിയിലുള്ള ചിന്തയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കർത്താവ് ചെയ്യുന്നത് ഒരു വല്ലാത്ത പരുവത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു കാരണവും കൂടാത്ത രീതിയിലേക്ക് നമ്മൾ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന രീതിയിലൊക്കെ ആയാൽ തിരിച്ചു വന്നില്ല എങ്കിൽ കർത്താവ് ചിലതൊക്കെ നമ്മുടെ ഇടയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. എന്തിനാണ് ഇത്രമാത്രം നാം ഒന്നോർത്ത് ഈ സത്യമായിട്ടും നമ്മുടെ സഭയത്തെ പറ്റി ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുക, എനിക്ക് വളരെയേറെ സങ്കടമൊക്കെ തോന്നാറുണ്ട്. കർത്താവേ, ഈ ദേവദാസൻ എന്തിനാണ് കർത്താവേ ഇത്രമാത്രം കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇതുപോലെ മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം വെക്കുന്ന ഓരോ ആളുകളോടും, അല്ലെങ്കിൽ എന്നോടൊക്കെ കെഞ്ചുകയാണ്, നിങ്ങളൊന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് മീറ്റിങ്ങുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം കാര്യം എന്താണ് കർത്താവേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇപ്പോൾ പല സാഹചര്യത്തിലും ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ എന്നെ പോലെയുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് സൂം മീറ്റിങ്ങിന് കയറാൻ അദ്ദേഹത്തിൻ്റെ നിർബന്ധം എന്തിനാ? ഇതെൻ്റെ സ്വാതന്ത്ര്യമല്ലേ, അദ്ദേഹം എന്തിനാ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ തലയിടേണ്ടത്? ഓക്കെ, അങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ നടത്തുന്ന ഒരു ഇടയൻ അവിടെ വിഷമിക്കുന്നുണ്ട് എങ്കിൽ പ്രിയരെ, നിശ്ചയമായിട്ടും കർത്താവിനെ അത് ദുഃഖിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ കർത്താവ് നിനക്ക് ബോധിച്ചതുപോലെ നീ നടക്ക്, പക്ഷെ നീ ഒന്ന് ഓർത്തോണം, നിലവയുടെ നാശം അടുത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കർത്താവിന് ഹിതമില്ലാത്തത് ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, കർത്താവിനെ വീണ്ടും, അല്ലെങ്കിൽ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി തീരുക. കാരണം ഒരു കാലത്ത് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ട് നമുക്ക് ഇന്നൊക്കെ എത്രമാത്രം സാഹചര്യങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട് പ്രിയരെ, എത്രമാത്രം സാഹചര്യമാണ്. പണ്ടത്തെ അവസ്ഥയാണോ? പണ്ട് ഇവിടെ സൗദിയിൽ വന്ന ദേവദാസന്മാരും മറ്റുള്ള ആളുകളെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ന് ടെക്നോളജി വല്ലാതെ വർദ്ധിച്ചു. കടക്കപ്പായൽ AC ഇല്ലാത്ത ഒരു വീട് എവിടെയാ ഉള്ളത്? അല്ലെങ്കിൽ നല്ലൊരു ബ്ലാങ്കറ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ നല്ലൊരു ബെഡില്ലാത്ത ഒരു വീട് എവിടെയാ ഉള്ളത്? ഇതിൻ്റെ അകത്ത് കടന്നുകൊണ്ട് ഈ ടെക്നോളജി തന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ടൊന്ന് തലയ്ക്കൽ വെക്ക്, എന്നിട്ടൊന്ന് സ്തോത്രം പറയാൻ പറഞ്ഞാൽ പോലും കഴിയാത്ത വിധത്തിലേക്ക് അത്രമാത്രം നമ്മൾ അധപ്പതിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും പറയുകയാണ് എനിക്ക് ഇഷ്ടമില്ല, എന്നാൽ പിന്നെ പ്രിയ ദൈവമക്കളെ, നമുക്കെല്ലാം ദൈവം വാഹനം തന്നിട്ടില്ലേ, ആലയത്തിലേക്കൊന്ന് പോകാം, അതൊട്ടും പറ്റത്തുമില്ല. ഈ വല്ലാത്ത പരുവത്തിലായാൽ കർത്താവിനെ നമ്മൾ കോപിപ്പിക്കുകയല്ലേ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? അതിന്റെ 3-ാമത്തെ അധ്യായം 1 വരുമ്പോൾ നമ്മൾ ചുമ്മാ വായിച്ചു വിടരുത്. അശൂര്യരോടല്ലേ? അതെ, അശൂര്യരോട് തന്നെയാ. പക്ഷെ അവരാരാ? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ തന്നെയാ.
അവരോട് പറയാ, രക്തപാതകം ചെയ്യുന്ന പട്ടണത്തിന് അയ്യോ കഷ്ടം. നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട എത്രയോ സമയമായി, നാം എത്രമാത്രം പുറകോട്ട് പോയിരിക്കുന്നു. കർത്താവേ, നമുക്ക് വളരെ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവേ, എന്നിൽ ഈ പിന്മാറ്റം ഉണ്ടാകരുതേ. ആദ്യമായി പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നിൽ ഈ പിന്മാറ്റം ഉണ്ടാകരുതേ. രണ്ടാമത് പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, എൻ്റെ ഭവനത്തിൽ ഈ പിന്മാറ്റം ഉണ്ടാകരുത്. മൂന്നാമത് നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ കൂട്ട സഹോദരങ്ങളിൽ. നാലാമത് പ്രാർത്ഥിക്കും, എൻ്റെ സഭയിൽ. കർത്താവേ, ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഈ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഇതുപോലെ ഒരു പിന്മാറ്റം ഉണ്ടാകരുതേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടി എത്രയോ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രിയരെ, അവസരം കിട്ടിയിട്ട് മനഃപൂർവ്വം ഈ കൂട്ടായ്മകളെ നഷ്ടപ്പെടുത്തിയാൽ നിശ്ചയമായിട്ട് കർത്താവിന് അത് ക്ഷമിക്കുവാനായിട്ട് കഴിയില്ല. എന്നാൽ പറയുന്നുണ്ട്, ദൈവം ദീർഘക്ഷമയുള്ളവനും മഹാദയുള്ളവനാന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ നഹൂമിന്റെ പ്രവചനം 1 ഇതിൽ പറയുന്നുണ്ട്, യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുള്ളവനാ, അവൻ ഒരിക്കലും, അപ്പോൾ തന്നെ പറയുന്നുണ്ട് എല്ലാം ശരിയാ, പക്ഷെ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്, മേഘം അവന്റെ കാൽ കീഴിലെ പൊടിയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലവിധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയരെ, എന്നെ പോലെയുള്ള ഒരു മനുഷ്യൻ കർത്താവിനോട് എത്ര നേരം മസിൽ പിടിക്കും? അഥവാ പിടിച്ചിട്ടുണ്ടെങ്കിൽ എവിടം വരെ പോകും? ഈ ജോലിയും ഇന്ന് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യം എല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിളിക്കാനല്ലാണ്ട് വേറെ എന്തിനു കൊള്ളും എന്നെ പറ്റി? ഒരു ദൈവിക ആലോചനയെ നിരാകരിച്ച ഒരു വലിയ രാജ്യത്തെ പോലും കർത്താവ് മര്യാദ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ഇല്ലാതാക്കിയ ചരിത്രമാണ് പ്രവചനത്തിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നിട്ട്, ഞാൻ അങ്ങനെ പറയട്ടെ, ഈ ഭാഗത്തെ പറ്റിയിട്ട് അങ്ങനെ പറയട്ടെ, പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നിട്ട് 3-4 തലമുറകൾ ആയിട്ട് ചിലതൊക്കെ ഒറ്റയടിക്ക് ഒരു അഡ്രസ് പോലും ഇല്ലാതെ, അത് ഈ നഹൂം പ്രവചനത്തിൽ കാണുന്നുണ്ട്, ഇല്ലാതെ പോയതിന്റെ കാര്യം എന്താ? അല്ലെങ്കിൽ ഈ ദൈവിക ആലോചന ലഭിച്ചതിന് നമ്മൾ പറയുന്നുണ്ടല്ലോ ഇത് അശൂര്യരോടാണെന്ന്. അശൂര്യരോടല്ല, അവര് ദൈവമക്കളാ. ഒരു കാലത്ത് അവരുടെ പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ച. അങ്ങനെയുള്ള ഇന്ന് എവിടെയെങ്കിലും ഒരു അശൂര്യരെ കാണാറുണ്ടോ? കഷ്ടത 2 തവണ പൊങ്ങി വരികയില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതൊരു വാഗ്ദത്ത വചനമായിട്ടൊക്കെ നമ്മൾ ഒരുപക്ഷെ വിശ്വസിച്ചിരിക്കാം. കഷ്ടത 2 തവണ പൊന്തി വരികയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ, ഓ കർത്താവേ സ്തോത്രം എന്ന് പറയും. എന്നാൽ ഇങ്ങനെയല്ല. കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് തലമുറകളായി നിന്നിട്ട് കർത്താവിനെ നിന്ദിക്കുന്നവരോട് കർത്താവോട് പറയാണ്, കഷ്ടത 2 തവണ പൊങ്ങി വരികയില്ല. കാരണം 1ാമത്തെ കഷ്ടതയിൽ തന്നെ നീ തീർന്നു പോകും. ഓ, അങ്ങനെയൊന്നുമില്ല സിൽജ ബ്രദറെ, എന്തിനാ ഇങ്ങനെ ഇല്ലാത്തതൊക്കെ പറയുന്നത് നമുക്ക് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട് കേട്ടോ. റോമാലേഖനത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. എത്രമാത്രം ആഴമാണെന്നറിയാമോ? പൊറുതി നിയമമാ, യേശുക്രിസ്തു അങ്ങ് രക്ഷിച്ചോളും, എന്ത് പാപം ചെയ്താലും അങ്ങ് ക്ഷമിച്ചോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഒഴിഞ്ഞു പോകാൻ നോക്കിയാൽ ഈ വാക്യം ഇതാ ബദലായിട്ട് അവിടെ കിടക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ ദയ ഇത്ര വലുതാണ്, അങ്ങയുടെ കൃപ ഇത്ര വലുതാണ്, അങ്ങ് എന്നോട് ക്ഷമിച്ചോളൂല്ലോ, ഞാൻ എന്ത് ചെയ്യാം എന്നുള്ള ഒരു ലൈസൻസിലൊക്കെ ആ രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ റോമാലേഖനത്തിൽ പറയുകയാണ്, എൻ്റെ ഹൃദയകാഠിന്യം, അനുതാപമില്ലാത്ത ഹൃദയം, നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുക. ദൈവം കോപിക്കുമോ? ദൈവം പ്രതികാരം ചെയ്യുമോ? കർത്താവിനോട് മറുതലിച്ചാൽ ദൈവത്തിന് യാതൊരു നോട്ടവുമില്ല, ദൈവസന്നിധിയിൽ മുഖപക്ഷമില്ല. കാരണം ദൈവം നീതിമാനാ, ദൈവത്തിന് അവിടെ നീതി നടത്തിയേ കഴിയുകയുള്ളൂ. പ്രിയരെ, യഹോവ നല്ലവനാണ്, കഷ്ടദിവസത്തിൽ ശരണമാണ്, നേര് തന്നെ. പക്ഷേ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവനാണ്. പക്ഷേ ഉപേക്ഷിക്കുന്നവരെ കർത്താവും ഒരു നേരത്തേക്ക് ഉപേക്ഷിച്ചു കഴിഞ്ഞാലുള്ള കാഠിന്യം എത്രമാത്രം വലുതാണെന്ന് അറിയാമോ? പ്രിയരെ, കർത്താവിന്റെ വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും അവസരമുണ്ട്. ഈ നഹൂം പ്രവചനത്തിൽ തന്നെ അതിന്റെ 1:15 കാണുന്നുണ്ട്, എന്നാൽ വിശ്വസ്തയോടെ നിൽക്കുന്ന യഹൂദയെ, അതിന്റെ വാക്യം 1:15 നിന്റെ ഉത്സവങ്ങൾ, നിന്റെ നേർച്ചകൾ കഴിക്കുക. നോർത്തു നോക്കിയേ,
നീ വിശ്വസ്തയോടെ കർത്താവിന്റെ സന്നിധിയിൽ സിൽജോ എന്ന് പറയുന്ന ഈ മനുഷ്യൻ നിങ്ങളെ ആരും കുറ്റപ്പെടുത്തി പറയില്ല. ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തി പറയുക, ഞാൻ കർത്താവിനെ ഉപേക്ഷിച്ച് വല്ലാത്ത വിരോധത്തിൽ പോയാൽ എന്നെ ഒരു വല്ലാത്ത ശിക്ഷയിലേക്ക് ദൈവം നടത്തുവാനായിട്ട് ഇടയായി തീരും. ഒരുപക്ഷെ ഞാൻ പോലും ഈ ലോകത്തിൽ ഉണ്ടാകാത്ത വിധത്തിൽ അത്രമാത്രം രീതിയിൽ, കാരണം കർത്താവിനോട് മറുതലിക്കുവാൻ ഞാൻ ആരുമല്ല. എന്നാൽ കർത്താവിയുടെ മറ്റൊരു കാര്യം പറയുകയാണ്. ദൈവസന്നിധിയിൽ നിൽക്കുന്ന അനേക വിശുദ്ധന്മാരുണ്ട്, അനേക ഇടവിൽ നിൽക്കുന്ന അനേക വിശുദ്ധന്മാർ, അനേക പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് കർത്താവിവിടെ പറയുകയാണ്, എന്നാൽ യഹൂദിയെ നിന്റെ ഉത്സവങ്ങൾ നേർച്ചകൾ കഴിക്കുക, എടുത്ത തീരുമാനം നിർവടിയായി നടക്കുമാറാകട്ടെ. നിസാരൻ ഇനി നിന്നിൽ കൂടെ കിടക്കിയില്ല, അവർ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നോർത്തു നോക്കിയേ, നമുക്ക് ഓർക്കാറുണ്ട്, കർത്താവ് ഈ തലമുറ ഇങ്ങനെ പോയാൽ നിരീശ്വരത്വം വല്ലാതെ ബാധിച്ചില്ലേ? എനിക്കും ഒരുപാട് പാസ്റ്റർമാരുടെ മക്കൾ ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് കൂട്ടുകാർ. ഞാൻ പലരോട് സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണിൽ നിന്ന് അറിയാതെ സങ്കടപ്പെട്ടു, കർത്താവ് ഇവരൊക്കെ ഇത്രമാത്രം നിരീശ്വരവാദികളായി പോയത് എന്തുകൊണ്ടാണ്? ഒരു ജീവിതം മുഴുവൻ അവർ കർത്താവിന് വേണ്ടിയിട്ട് അവരുടെ പിതാക്കന്മാർ നിന്നതാ, ഒരു ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടിയിട്ട് അധ്വാനിച്ചതാ. എന്നിട്ട് പറയുന്ന വാക്കുകൾ കേട്ടാൽ കർത്താവ് ഇല്ല, യഹോവയില്ല, ദൈവം എന്നൊരു സംഗതി പോലും ഇല്ല. നിരീശ്വരത്വം വല്ലാതെ ബാധിക്കുമ്പോൾ പ്രിയരെ, കർത്താവ് ഇവരെ ശിക്ഷിക്കാതിരിക്കുമോ? നാം വായിച്ച സങ്കീർത്തന വാക്യത്തിലെ ആ വാക്യത്തിലേക്കൊന്ന് കടന്നു. തോണിൽ നിന്ന് ശത്രുവിന്റെ അടിമത്തത്തെ നീക്കി കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടെടുക്കപ്പെടുവാനായിട്ട്, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവരായിട്ടുള്ള നാം പാപത്തിന്റെ കുട്ട വിട്ടൊഴിഞ്ഞവരാണ് നാം. ഇനിയും എന്തിനു സ്വയമായി പിശാചിന്റെ കെണിയിൽ അകപ്പെടുന്നു? അതിന്റെ വാക്യം 13 പറയുന്നുണ്ട്, ഇപ്പോഴോ ഞാൻ അവന്റെ നുകം നിന്റെ മേലിൽ നിന്ന് ഒടിച്ചു കളയും, നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയുമെന്ന് കർത്താവ് അവിടെ അരുളി ചെയ്യും. ഒന്നോർത്തു നോക്കി, ഇതുപോലെ 3-4 തലമുറകളായി പാരമ്പര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വല്ലാത്ത പരുവത്തിലേക്ക് ഞാൻ നിന്നിട്ട് ഞാൻ ഈ ശത്രുവിന്റെ നുകം എടുത്ത് എന്റെ തോളിലേക്ക് എടുത്തു വെക്കുകയല്ലേ? ആ ശത്രുവിന്റെ ബന്ധനം ഞാൻ തന്നെ, എനിക്ക് മനഃപൂർവ്വമായിട്ട് ഞാൻ തന്നെ എന്നെ ബന്ധിക്കുകയല്ലേ? എന്നിട്ട് ഞാൻ കെട്ടപ്പെട്ടവനാണ്, ഞാൻ ബന്ധനമുള്ളവനാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇത് വെച്ചതാരാ? ഞാൻ തന്നെയല്ലേ? അപ്പൊ തിരിഞ്ഞു വരുവാനായിട്ട് എത്രമാത്രം അവസരമാണ് കർത്താവ് ഇവിടെ നമുക്ക് നൽകുന്നത്. എന്നിട്ടും വരുവാനായിട്ട് ഒരു മനസ്സും കാണിക്കാതിരുന്നാൽ കർത്താവ് എന്തുമാത്രം അവിടെ സഹതപിക്കുന്നുവെന്ന് നാം ഒരിക്കൽ മനസ്സിലാക്കിയില്ല എങ്കിൽ അത് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നമ്മളെ കടത്തുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയരെ, ദേവി ഇവിടെ അരുളി ചെയ്യുകയാണ്, സീയോൻ പുത്രിയെ, നീ മടങ്ങി വന്നേ, നിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. സീയോൻ പുത്രിയെ, നീ എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണമെന്ന് കർത്താവ് ഇവിടെ അരുളി ചെയ്യുവാനായിട്ട് ഇടയാവുന്നുണ്ട്. നമ്മുടെ പ്രാണനാഥൻ നമ്മെ വിളിക്കുന്ന ശബ്ദം കേൾക്കാമോ? പഴയ നിയമത്തിൽ സീയോൻ പുത്രിയെ, നീ മടങ്ങി വരിക എന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിൽ കർത്താവ് വിളിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുവാനായിട്ട് കഴിയുമോ? നമ്മുടെ സഭയോടും കർത്താവ് ചോദിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം അതിന്റെ 3:20 പറയുമ്പോൾ, വെളിപ്പാട് 3:20 നോക്കുമ്പോൾ കർത്താവ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഒരു വല്ലാത്ത പരുവത്തിൽ നാണം കെട്ട് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഞാൻ വാതിലിൽ നിന്ന് മുട്ടുകയാ, നീ ഒന്ന് തുറന്നേ. ഒരിക്കൽ നമ്മെ വീണ്ടെടുത്ത്, ഒരിക്കൽ നമ്മെ ആ പ്രത്യാശയുടെ വചനങ്ങളിലെല്ലാം നിറച്ച സ്വർഗീയ സന്തോഷത്തിലേക്ക് നിറച്ചതിന് ശേഷം ഇന്ന് എനിക്ക് എല്ലാമായി എൻ്റെ സമയം, എൻ്റെ സൗകര്യം, എൻ്റെ ബോസിനെ എനിക്ക് തൃപ്തിപ്പെടുത്തിയാൽ മതി എന്നുള്ള രീതിയിൽ ആ ഓട്ടത്തിലേക്ക് ഓടുമ്പോൾ ഇതാ കർത്താവ് വാതിൽക്കൽ നിന്നിട്ട് തട്ടി വിളിക്കുക. ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഇത്ര സ്നേഹവാനായ ദൈവത്തെ എങ്ങനെ ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയും? സഭയോടുള്ള ആലോചന എന്താണെന്നറിയാമോ? എഴുന്നേറ്റ് പണിയുക എന്ന. ഇന്ന് എഴുന്നേറ്റ് പണിയാൻ ആർക്കും ഇഷ്ടമില്ല. എഴുന്നേറ്റ് പണിയണമെങ്കിൽ ഒരു കൂട്ടമായിട്ടുള്ള ആളുകളുടെ ആവശ്യമുണ്ട്. അതിനൊരു കൂട്ടത്തെ ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് അതിനാർക്കും താല്പര്യമില്ലാത്ത ഒരു വല്ലാത്ത പരുവത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? കർത്താവ് നമ്മെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. കർത്താവ് നമ്മളെ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവിനെ നമ്മൾ വെളിയിലാക്കിയില്ലേ, നമ്മുടെ വാതിലടച്ചു കളഞ്ഞില്ലേ? എന്നിട്ടും ഇത്ര ശക്തിയുള്ള ദൈവം, ഇത്ര ഭയങ്കരനായ ദൈവം ഒരു കൊച്ചുകുട്ടിയെ പോലെ അല്ലെങ്കിൽ ഒരു വഴിപോക്കനെ പോലെ നിന്ന് വിളിക്കുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, നീ തുറക്ക. നമ്മളെ
എത്രമാത്രം അനുഭവിച്ചു കർത്താവിന്റെ സഭയിലേക്ക് മുന്നേ പ്രിയരെ. എനിക്ക് ആ വചനത്തിന്റെ ആഴത്തിലേക്ക് പോകാനുള്ള വാക്കുകൾ എന്നിലില്ല. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി ദിവസങ്ങളിലേക്ക് താണിരിക്കുന്ന ദിവസം സഹായിക്കട്ടെ.